അതെ, ആ കാണുന്നത് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ടാങ്കാണ്. കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ടാങ്കിൽ നിന്ന് 1.5 ഇഞ്ച് പൈപ്പിലാണ് വെള്ളം പുറത്തേക്ക് എത്തിച്ചത്. അത് കഴിഞ്ഞ് ഫിൽറ്റർ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ബോൾ വാൽവ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിങ്ങനെ താഴെ വരെ കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്നും നമ്മളിങ്ങനെ ഒരു ജോയിൻ്റ് എടുത്തു. അവിടെ നിന്നൊരു ടാപ്പും കൊടുത്തു. ഈ പൈപ്പ് മൊത്തം LD പൈപ്പാണ്. ഈ ട്രിപ്പ് സാധാരണ ചെറിയ ട്രിപ്പാണ്. നല്ല ഫോഴ്സ് തന്നെ വെള്ളം വരുന്നുണ്ട്. ഡ്രിപ്പൊന്നും ഊരിപ്പോയിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ഡ്രിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഡ്രിപ്പുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോഴ്സ് തന്നെ വെള്ളം വരുന്നത്. നമ്മളിവിടെ റെഡ്യൂസർ കൊടുത്ത് ഈ 1.5-ൽ നിന്നും നമ്മൾ 1.25-ആക്കി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സ്ഥലം കുറച്ച് കുത്തനെയുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് വെള്ളം മുകളിലേക്ക് സ്റ്റോറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബോൾ വാൽവ് വെച്ചിട്ടുണ്ട്. താഴത്തേക്കുള്ള വെള്ളം പോകുന്ന റെഗുലേറ്റ് ചെയ്യാനാണത്, പ്രഷർ കുറയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ താഴത്തേക്ക് ചെല്ലുന്തോറും പ്രഷർ കൂടി വരുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ബോൾ വാൽവ് വെച്ച് അതിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്തു. ഇങ്ങനെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആദായകരമാണ്. അധികം ചിലവില്ല. ഒരു 4-5 കൊല്ലം 5-6 കൊല്ലം എന്തായാലും അത് നിലനിൽക്കും. ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിപ്പ് ഇറിഗേഷനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് എനിക്ക് യാതൊരു ദോഷവും തോന്നിയിട്ടില്ല.